മനുഷ്യൻ ഉത്ഭവിച്ച കാലം മുതലേ ആകാശവും ആകാശത്ത് വിരിയുന്ന വിസ്മയങ്ങളുമെല്ലാം അവന്റെ കണ്ണുകളിൽ അത്ഭുതങ്ങൾ നിറച്ച കാഴ്ചകളാണ്. ഇവയെ മനസ്സിലാക്കുന്നതിനു വേണ്ടി നൂറ്റാണ്ടുകളോളമായി അവൻ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യം നഗ്നനേത്രങ്ങൾ കൊണ്ടും പിന്നീട് ഭൂമിയിലും ഭൂമിക്ക് പുറത്തും സ്ഥാപിച്ച അനേകം ടെലസ്കോപ്പുകളിലൂടെ അവൻ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയ കാലം മുതലേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യമാണ്, ഈ പ്രപഞ്ചം എത്രമാത്രം വലുതായിരിക്കും എന്ന്. ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്ന ഈ ഉത്തരത്തിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. അതായത് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിംഗുലാരിറ്റി പോയിന്റിൽ നിന്നും ആരംഭിച്ച പ്രപഞ്ച വികാസം ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം വേഗതയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ പ്രപഞ്ചം വികസിക്കുന്നത്? ഇതിനുള്ള ഊർജം എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നത്? ഇതെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ്. മനുഷ്യന്റെ പ്രപഞ്ച നിരീക്ഷണം അവൻ ഉത്ഭവിച്ച കാലം മുതൽ തന്നെ തുടങ്ങിയതാണ്. ആദ്യ സമയത്ത് തങ്ങൾ ജീവിച്ചിരുന്ന ചെറിയ സമൂഹങ്ങൾ മാത്രമായിരുന്നു അവന്റെ പ്രപഞ്ചം. എന്നാൽ പിന്നീട് യാത്രകൾ ചെയ്ത് പല ദേശങ്ങളിലും എത്തിച്ചേർന്നപ്പോൾ തങ്ങൾ മനസ്സിൽ വിചാരിച്ചതല്ല പ്രപഞ്ചമെന്നും അതിനേക്കാൾ ഒരുപാട് വലിപ്പമുണ്ട് എന്നും അവർക്ക് മനസ്സിലായി. അന്ന് അവന്റെ മനസ്സിൽ ഈ ഭൂമി പരന്നതായിരുന്നു. ഭൂമിയും മുകളിൽ താഴികക്കുടം പോലെയുള്ള ആകാശത്ത് പതിപ്പിച്ച തിളങ്ങുന്ന മുത്തുകൾ പോലുള്ള നക്ഷത്രങ്ങളും രാത്രിയും പകലും മനുഷ്യന് വെളിച്ചം നൽകുന്നതിന് വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ച തുല്യ ശക്തികളായ സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന പ്രപഞ്ചം. സൂര്യനെയും ചന്ദ്രനെയും കൂടാതെ ധാരാളം വസ്തുക്കളെ അവർ ആകാശത്ത് കാണാറുണ്ട്. തങ്ങൾ കാണുന്ന ഈ വസ്തുക്കളെല്ലാം തങ്ങളുടെ തൊട്ട് സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ആകാശത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഈ ധാരണകൾക്ക് മാറ്റം വരുവാൻ ഒരുപാട് നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു. പ്രാചീന സമൂഹങ്ങളിലെല്ലാം ഭൂമി പരന്നതായിരുന്നു. താഴികക്കുടത്തിന്റെ ആകൃതിയുള്ള ആകാശത്തിന് പുറത്തും ഭൂമിയുടെ താഴെയുമായി സമുദ്രത്താൽ ചുറ്റപ്പെട്ട മനുഷ്യനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിരിക്കുന്ന പ്രപഞ്ച മാതൃകകളായിരുന്നു ആ കാലത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. അവരുടെ കണക്കുകൂട്ടലുകളിൽ ഭൂമി നിശ്ചലമായിരുന്നു. ഭൂമിയുടെ ചലനം നമുക്ക് അനുഭവപ്പെടാത്തതും ആകാശത്ത് അവർ കാണുന്ന വസ്തുക്കളെല്ലാം നിശ്ചലമായി നിൽക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ വിശ്വസിച്ചത്. ഇതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ. ഒരുപാട് വർഷങ്ങളോളം പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഈ ഭൂമി പിന്നീട് ഉരുണ്ടതാണ് എന്നവന് മനസ്സിലായി. അരിസ്റ്റോട്ടിലും ടോളമിയും ഇതിനേക്കാൾ വലിയൊരു പ്രപഞ്ചത്തെ അവതരിപ്പിച്ചു. ഭൂമിയെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി നിലനിർത്തി മറ്റ് സകല ആകാശ വസ്തുക്കളെയും ഭൂമിക്ക് ചുറ്റിലുമുള്ള ഓരോ ഗോളങ്ങളിൽ അരിസ്റ്റോട്ടിൽ പ്രതിഷ്ഠിച്ചു. അവസാനത്തെ ഗോളത്തിൽ ആകാശത്ത് കാണുവാൻ സാധിക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും, അതിനപ്പുറത്ത് മനുഷ്യന് ഒരിക്കലും എത്തിച്ചേരുവാൻ സാധിക്കാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു പ്രദേശമാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ വാസസ്ഥലം. മനുഷ്യനെയും ഭൂമിയെയും പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാക്കിയതുകൊണ്ടും സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവിന് വലിയ പ്രാധാന്യം നൽകിയതുകൊണ്ടും അനേകം വർഷക്കാലത്തോളം ഈ സിദ്ധാന്തം നിലനിന്നു. മതഗ്രന്ഥങ്ങൾ മാത്രം എല്ലാത്തിൻ്റെയും അവസാന വാക്കായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ മനുഷ്യനും ഭൂമിക്കും വിശിഷ്ട സ്ഥാനം നൽകിയിരുന്ന ഈ പ്രപഞ്ച മാതൃക പരക്കെ ലോകം അംഗീകരിച്ചു. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം 1610 ആധുനിക ശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ച, ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് അടിത്തറയിട്ട സാക്ഷാൽ ഗലീലിയോ ഗലീലി തൻ്റെ ടെലസ്കോപ്പിലൂടെ ആകാശത്തെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്നേ വരെ ഉണ്ടായിരുന്ന പ്രപഞ്ച സങ്കല്പങ്ങളെല്ലാം മാറി മറിഞ്ഞത്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിപ്പം കൂടിയ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തി. ശനിക്ക് ചുറ്റിലുമുള്ള അത്ഭുതകരമായ വളയങ്ങൾ കണ്ടെത്തി. സൂര്യനിലെ ഡാർക്ക് സ്പോട്ടുകൾ ആദ്യമായി കണ്ടെത്തി. ചന്ദ്രനിലെ പർവ്വതങ്ങളെയും ശുക്രനെയും നിരീക്ഷിച്ചു. ഭൂമിയെ കേന്ദ്രമാക്കിയിട്ടുള്ള പ്രപഞ്ച സങ്കല്പം തകരാൻ തുടങ്ങുകയാണ്. ഭൂമിയെ സൂര്യനല്ല, സൂര്യനെ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമാണ് വലം വയ്ക്കുന്നത് എന്ന കോപ്പർനിക്കസിന്റെ നിഗമനത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു ഗലീലിയോയുടെ കണ്ടെത്തലുകൾ. സൂര്യനെ കേന്ദ്രമാക്കിയുള്ള പ്രപഞ്ച മാതൃക പ്രചരിപ്പിച്ചതിന് ഗിയോർദാനോ ബ്രൂണോ എന്ന ഗണിതശാസ്ത്രജ്ഞനെ 1600 മതനിന്ദ എന്ന കുറ്റം ആരോപിച്ച് സഭ ചുട്ടുകൊലപ്പെടുത്തിയതാണ്. ഈ സംഭവം നടന്ന് വെറും 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഗലീലിയോ തൻ്റെ വിപ്ലവകരമായ കണ്ടെത്തലുമായി രംഗത്തേക്ക് വരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ അന്നത്തെ സമൂഹം അംഗീകരിച്ചതേയില്ല. മതദ്രോഹ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെട്ട അദ്ദേഹം പിന്നീട് മരണം വരെ തടവ് ശിക്ഷ അനുഭവിച്ചു.
ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പിന്തുടർച്ച എന്ന പോലെ ഗലീലിയോ ഗലീലി മരണപ്പെട്ട അതേ വർഷം തന്നെ ഐസക് ന്യൂട്ടൻ ജനിച്ചു. ന്യൂട്ടനും കെപ്ലറും കടന്നു വന്നതോടെ ഗണിതശാസ്ത്രപരമായി ഭൂമിയിൽ നിന്നും ഓരോ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരവും ഈ സൗരയൂഥത്തിന്റെ മുഴുവൻ വലിപ്പവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് മനസ്സിലായി. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും ശാസ്ത്രം വളർന്നുകൊണ്ടേയിരുന്നു. ഭൂമിയിലെ പല സ്ഥലത്തു നിന്നും നിരീക്ഷിക്കുമ്പോൾ ശുക്രൻ സൂര്യന് കുറുകെ കടന്നുപോകുന്ന സമയം വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നും ശുക്രൻ, ഭൂമി, സൂര്യൻ ഈ ത്രികോണത്തെ പഠിച്ചു കഴിഞ്ഞാൽ സൂര്യനും ശുക്രനും തമ്മിലും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ സാധിക്കുമെന്ന് ക്രിസ്റ്റ്യൻ ഹ്യൂഗൻ കണ്ടെത്തി. പിന്നീട് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി അളന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വഴി കണ്ടെത്തുവാൻ ശ്രമിച്ചത് 1672 ജിയോവാനി കാസിനി എന്ന ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരുന്നു. പിന്നീട് 1760 നടന്ന ശുക്രഗ്രഹണ സമയത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം 15 കോടി കിലോമീറ്ററുകളാണ് എന്ന് കണ്ടെത്തി. അന്നേ വരെയുള്ള സൗരയൂഥം ശനിഗ്രഹം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിന്തിച്ചതിലും ഒരുപാട് വലുതാണ് ഈ സൗരയൂഥം എന്ന് മനസ്സിലാകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടേയിരുന്നു. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സ്പെക്ട്രോസ്കോപ്പി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റ് നക്ഷത്രങ്ങളുടെ ആന്തരിക ഘടന നമ്മുടെ സൂര്യനെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം അളന്നതുപോലെ സൗരയൂഥത്തിന് പുറത്തുള്ള അനേകം നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാനും നമ്മൾ പഠിച്ചു. സൂര്യനെ പോലെ തന്നെ ധാരാളം നക്ഷത്രങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നും കണ്ടെത്തി. പരന്ന ഭൂമി എന്ന സങ്കല്പത്തിൽ നിന്നും ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി കേന്ദ്രമായി കരുതിയിരുന്ന പ്രപഞ്ച സങ്കല്പത്തിൽ നിന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കും സൗരയൂഥം എന്ന ചെറിയ ലോകത്തു നിന്നും സൂര്യനെ പോലെയും സൂര്യനേക്കാൾ വലുതും ചെറുതുമായ ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്ന വലിയൊരു സമൂഹത്തിലെ ഒരു നക്ഷത്രമായ സൂര്യനെ വലം വയ്ക്കുന്ന ചെറിയൊരു ഗ്രഹം മാത്രമാണ് നമ്മുടെ ഭൂമി എന്ന തിരിച്ചറിവിലേക്കെത്തി. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും നമ്മുടെ മനസ്സിലെ പ്രപഞ്ചത്തിന്റെ വലിപ്പം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ പ്രപഞ്ചം എന്നത് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയാണ്. നമുക്ക് ആകാശത്ത് കാണുവാൻ സാധിക്കുന്ന സകല കാഴ്ചകളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സകലതും മിൽക്കി വേ എന്ന ഗാലക്സിക്കുള്ളിലാണ് സംഭവിക്കുന്നത് എന്നായിരുന്നു അന്ന് ശാസ്ത്രലോകം മുഴുവൻ വിശ്വസിച്ചിരുന്നത്. അന്ന് മനസ്സിലാക്കിയിരുന്ന പ്രപഞ്ചത്തിന്റെ വലിപ്പം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന പ്രകാശം 1 ലക്ഷം വർഷം സഞ്ചരിക്കുന്ന അത്രത്തോളം ദൂരമായിരുന്നു. അതായത് 1 ലക്ഷം പ്രകാശവർഷത്തോളം വിസ്തൃതിയുള്ള ആകാശഗംഗയുടെ വലിപ്പം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരെ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ മാത്രമായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ 1929 എഡ്വിൻ ഹബിൾ എന്ന ലോകപ്രശസ്തനായ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ നമ്മൾ ഒരു ഗാലക്സിക്കുള്ളിലാണുള്ളത് എന്നും ഇതുപോലെ അനേകം ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നും തിരിച്ചറിഞ്ഞു. അതായത് രാത്രിയിൽ നമ്മൾ ആകാശത്ത് കാണുന്ന ചില നക്ഷത്രങ്ങൾ മറ്റു പല ഗാലക്സികളുമാണ്. ഇത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് തന്റെ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. പ്രപഞ്ചത്തെക്കുറിച്ച് അന്നേ വരെ ഉണ്ടായിരുന്ന സകല സങ്കല്പങ്ങളെയും മാറ്റിക്കുറിക്കുന്ന വലിയ കണ്ടെത്തലുകളായിരുന്നു. ഈ ഗാലക്സികളെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ വേഗതയിൽ നമ്മിൽ നിന്നും അകന്നു പോവുകയാണ്. അതായത് ഗാലക്സികൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗാലക്സികൾക്കിടയിലുള്ള സ്പേസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചം വലുതാണ്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് വലുത്. നമ്മുടെ സൂര്യന്റെ ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റോറിയാണ്. ഈ നക്ഷത്രത്തിലേക്കുള്ള ദൂരം 4.25 പ്രകാശവർഷമാണ്. അതായത് പ്രകാശവേഗതയിൽ സഞ്ചരിച്ചാൽ ഏകദേശം 4.5 വർഷക്കാലത്തോളം എടുക്കും ഈ നക്ഷത്രത്തിന്റെ സമീപത്തെത്തിച്ചേരുക. മറ്റ് ഗാലക്സികളെ അപേക്ഷിച്ച് ഇടത്തരം വലിപ്പമുള്ള നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഏകദേശം 40,000 കോടി നക്ഷത്രങ്ങളോളം ഉണ്ട്. മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെയുള്ള ദൂരം 1 ലക്ഷം പ്രകാശവർഷത്തോളമാണ്. നമ്മുടെ ഗാലക്സിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മേജർ ഗാലക്സിയായ ആൻഡ്രോമിഡയിലേക്കുള്ള ദൂരം 25 ലക്ഷം പ്രകാശവർഷത്തോളമാണ്. ഈ മിൽക്കി വേയും ആൻഡ്രോമിഡയും സ്ഥിതി ചെയ്യുന്നത് ഇതുപോലുള്ള 50-ൽ കൂടുതൽ ഗാലക്സികളുടെ വലിയ കൂട്ടത്തിനുള്ളിലാണ്. ഈ ഗാലക്സികളുടെ കൂട്ടത്തെ ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ലോക്കൽ ഗ്രൂപ്പിന്റെ ഒരു വശത്ത് നിന്നും മറുവശത്തേക്കുള്ള ദൂരം 1 കോടി പ്രകാശവർഷത്തോളമാണ്.
നമ്മുടെ ഗാലക്സിയെ പോലെയുള്ള 50-ലും കൂടുതൽ ഗാലക്സികളുടെ വലിയ കൂട്ടമാണ് ഇതെന്നോർക്കണം. ഇതുപോലുള്ള അനേകം ലോക്കൽ ഗ്രൂപ്പുകൾ നിറഞ്ഞ വെർഗോ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ പോയിന്റുകളും 1 കോടി പ്രകാശവർഷത്തോളം വലിപ്പമുള്ള ലോക്കൽ ഗ്രൂപ്പുകളാണ്. വെർഗോ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഒരു വശത്ത് നിന്നും മറ്റേ വശം വരെയുള്ള ദൂരം 10 കോടി പ്രകാശവർഷങ്ങളാണ്. 10 കോടി പ്രകാശവർഷത്തോളം വലിപ്പമുള്ള ഈ വെർഗോ സൂപ്പർ ക്ലസ്റ്ററിനെ പോലെ അനേകം സൂപ്പർ ക്ലസ്റ്ററുകളെ ഉൾക്കൊള്ളുന്ന വലിയൊരു സൂപ്പർ ക്ലസ്റ്ററാണ് ലാനിയേക്ക സൂപ്പർ ക്ലസ്റ്റർ. ഈ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഒരു വശത്ത് നിന്നും മറ്റേ വശം വരെയുള്ള ദൂരം 52 കോടി പ്രകാശവർഷത്തോളമാണ്. ഈ ലാനിയേക്ക സൂപ്പർ ക്ലസ്റ്ററിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇവിടം കൊണ്ട് തീരുന്നില്ല. 52 കോടി പ്രകാശവർഷത്തോളം വലിപ്പമുള്ളതും ഇതിനേക്കാൾ വലിപ്പമേറിയതും വലിപ്പം കുറഞ്ഞതുമായ കോടാനുകോടി സൂപ്പർ ക്ലസ്റ്ററുകൾ നിറഞ്ഞതാണ് ദൃശ്യപ്രപഞ്ചം അഥവാ ഒബ്സർവബിൾ യൂണിവേഴ്സ്. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഏകദേശം 2 ട്രില്യൺ ഗാലക്സികളെങ്കിലും ഉണ്ടെന്നാണ് കരുതുന്നത്. 2 ട്രില്യൺ എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞ് 12 പൂജ്യങ്ങൾ എഴുതുന്ന അത്ര വലിയ സംഖ്യ. ഇത്രത്തോളം ഗാലക്സികളിലെ ഒരു ചെറിയ ഗാലക്സി മാത്രമാണ് നമ്മുടെ ആകാശഗംഗ. ഒബ്സർവബിൾ യൂണിവേഴ്സിന് ഏകദേശം 93 ബില്യൺ പ്രകാശവർഷത്തോളം വലിപ്പമുണ്ട്. അതായത് 9300 കോടി പ്രകാശവർഷത്തോളം വലിപ്പം. ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അതിലെ ഒരു ചെറിയ ബിന്ദുവായി കണക്കാക്കാനുള്ള വലിപ്പം പോലും നമ്മുടെ ഭൂമിക്കില്ല. എന്തിന് ആകാശഗംഗയ്ക്ക് പോലുമില്ല. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഹബിളിന്റെ പഠനങ്ങളിൽ നിന്നും ഭൂമിയും ഭൂമിക്ക് മുകളിൽ താഴികക്കുടം പോലുള്ള ആകാശവും ആകാശത്ത് മിന്നി നിൽക്കുന്ന മുത്തുകൾ പോലുള്ള നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ പ്രപഞ്ചം എന്ന സങ്കല്പം മനസ്സിൽ പേറിയിരുന്ന മനുഷ്യന് തനിക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത അത്രത്തോളം വലിപ്പമുള്ള ഈ മഹാപ്രപഞ്ചത്തിലാണ് താൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലായി. ഈ പ്രപഞ്ചം എത്രമാത്രം വേഗതയിലാണ് വികസിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? പ്രപഞ്ചത്തിന്റെ വികാസ നിരക്കിനെ സൂചിപ്പിക്കുന്ന ഘടകം ഹബിൾ കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ മൂല്യം അനേകം വർഷങ്ങളോളമായി നമ്മൾ വളരെ കൃത്യമായി തന്നെ നിർണയിച്ചിട്ടുമുണ്ട്. ഗാലക്സികളിലേക്കുള്ള ദൂരം കൃത്യമായി കണക്കാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ച വികാസത്തിന്റെ വേഗത നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഗാലക്സിക്കുള്ളിലുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള അകലം കണ്ടുപിടിക്കുന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളിലേക്കുള്ള ദൂരം ഒരിക്കലും നിർണയിക്കുവാൻ സാധിക്കുകയേയില്ല. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനമായ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, സെഫേഡ് വേരിയബിൾ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം നക്ഷത്രങ്ങളുടെ പ്രകാശ തീവ്രതയും അതിൻ്റെ ടൈം പീരീഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബോധ്യമായാൽ അവയെ ബഹിരാകാശത്ത് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാക്കാൻ സാധിക്കും. ഇതിനൊരു പരിധിയുണ്ട്. ഇതിലും കൂടുതൽ ദൂരത്തെ അളക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടൈപ്പ് 1A സൂപ്പർനോവ എന്ന പ്രതിഭാസത്തെയാണ്. അതായത് വൈറ്റ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ ബൈനറി സിസ്റ്റങ്ങൾക്ക് നാശം സംഭവിച്ചു കഴിയുമ്പോൾ പിറവിയെടുക്കുന്ന ടൈപ്പ് 1 സൂപ്പർനോവകളെ ബഹിരാകാശത്തെ അളവുകോലായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബഹിരാകാശത്തുള്ള സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്നാണ് ഇവ രണ്ടും അറിയപ്പെടുന്നത്. സെഫേഡ് നക്ഷത്രങ്ങളുള്ള പ്രദേശത്ത് ഇത്തരം നക്ഷത്രങ്ങളുടെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ കൂടുകയും കുറയുകയും ചെയ്യും. നക്ഷത്രങ്ങളുടെ പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് ഇതുപോലെ പ്രകാശം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പ്രകാശ തീവ്രത ഒരുപാട് കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ കൂടുതൽ ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഇത് സംഭവിക്കുന്നത്. നക്ഷത്രങ്ങളുടെ പ്രകാശ തീവ്രത അനുസരിച്ച് അവ എത്ര ദൂരെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ടൈപ്പ് 1A സൂപ്പർനോവകൾ എപ്പോഴും ഒരേപോലെ പ്രകാശ തീവ്രതയുള്ളവയായിരിക്കും. ഇത്തരം സൂപ്പർനോവകളുടെ പ്രകാശ തീവ്രത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവ എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇത്തരം സൂപ്പർനോവകൾ സംഭവിക്കുന്ന ഗാലക്സികൾ തമ്മിലുള്ള ദൂരവും ഇതുപോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഈ നിരീക്ഷണങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് പ്രപഞ്ച വികാസം, പ്രപഞ്ചത്തിന്റെ വലിപ്പം, പ്രപഞ്ചത്തിന്റെ പ്രായം എന്നിവയെപ്പറ്റി പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ 1990 വിക്ഷേപിച്ച ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെയാണ്. ദൃശ്യപ്രപഞ്ചത്തിന്റെ വലിപ്പവും പ്രപഞ്ച വികാസവും പരിഗണിച്ചു കഴിഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം വികസിച്ച് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എത്ര കാലം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പ്രപഞ്ചം രൂപം കൊണ്ടത് എന്നാണെന്നും ഈ പ്രപഞ്ചത്തിന് എത്രമാത്രം പ്രായമുണ്ട് എന്നും അതിലൂടെ കണക്കാക്കാനും സാധിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലും കൂടുതൽ കാലമായി ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്
1380 കോടി വയസ്സായി എന്നാണ്. ഇത്രത്തോളം വർഷങ്ങൾ കൊണ്ട് അനേകം ടൈപ്പ് 1 സൂപ്പർനോവകളെയും സഫേഡ് വേരിയബിൾ നക്ഷത്രങ്ങളെയും നിരീക്ഷിച്ചതിൽ നിന്നും പ്രപഞ്ച വികാസത്തിന്റെ വേഗത അഥവാ ഹബിൾ കോൺസ്റ്റന്റിന്റെ വാല്യൂ 74 km/s/മെഗാ പാർസക് ആണെന്ന് കണ്ടെത്തി. പാർസക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരയൂഥത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ വസ്തുക്കളിലേക്കുള്ള ഏറ്റവും കൂടിയ ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. ഒരു പാർസക് എന്ന് പറയുന്നത് 3.26 പ്രകാശ വർഷങ്ങളാണ്. അതായത് 30.9 ട്രില്യൺ കിലോമീറ്ററുകൾ. 74 km/s/മെഗാ പാർസക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും 33 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെ വരെ ഈ പ്രപഞ്ചം വികസിക്കുന്നത് സെക്കൻഡിൽ 74 കിലോമീറ്റർ വേഗതയിലായിരിക്കും. അടുത്ത 33 ലക്ഷം പ്രകാശവർഷങ്ങൾ പ്രപഞ്ചം വികസിക്കാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി വേഗതയായ 148 km/s അടുത്ത 33 ലക്ഷം പ്രകാശവർഷങ്ങൾ വികസിക്കുന്നത് ഇതിൻ്റെ 3 ഇരട്ടി വേഗതയിലായിരിക്കും. ഇത്രത്തോളം വേഗതയിലാണ് ഇപ്പോൾ പ്രപഞ്ചം വികസിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചം വികസിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാകും പ്രപഞ്ച വികാസത്തിന്റെ വേഗത. ആ ദൂരത്തിനപ്പുറത്തേക്ക് നമുക്കൊരിക്കലും നിരീക്ഷിക്കുവാൻ സാധിക്കുകയേയില്ല. ഈ ദൂരത്തെയാണ് കോസ്മിക് ഹൊറൈസോൺ എന്ന് പറയുന്നത്. നമ്മുടെ നിരീക്ഷണ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചമാണ് 9300 കോടി പ്രകാശവർഷങ്ങൾ വിസ്തൃതിയുള്ള ദൃശ്യപ്രപഞ്ചം അഥവാ ഒബ്സർവബിൾ യൂണിവേഴ്സ്. ഇതിനപ്പുറത്ത് എന്താണ് എന്ന് നമുക്കറിയില്ല. ഇതിനപ്പുറത്ത് ഇനിയും പ്രപഞ്ചമുണ്ടോ എന്നും നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചം യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ എത്ര ശതമാനമാണ് എന്ന് പോലും നമുക്കറിയില്ല. ഈ പ്രപഞ്ചം എത്ര വേഗതയിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മളോ മറ്റ് ബഹിരാകാശ വസ്തുക്കളോ ഈ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതേയില്ല. ഇവയ്ക്കിടയിലുള്ള സ്പേസ് ആണ് വികസിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ് എന്ന് ഇന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടേയില്ല. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ് ഇന്നേ വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത 2 ഘടകങ്ങൾ കൂടെ ഈ പ്രപഞ്ച വികാസത്തിന് സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അവയെ ഡാർക്ക് എനർജി എന്നും ഡാർക്ക് മാറ്റർ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഊർജത്തിന്റെ വെറും 4% മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. മിച്ചമുള്ള 96% നമുക്ക് അജ്ഞാതമാണ്. അങ്ങനെ നമുക്ക് ഇന്നേ വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഈ ഊർജത്തെ ഡാർക്ക് എനർജി എന്നും മാറ്ററിനെ ഡാർക്ക് മാറ്റർ എന്നും നമ്മൾ വിളിച്ചു. പ്രപഞ്ചത്തിന്റെ 73% ഡാർക്ക് എനർജിയും 23% ഡാർക്ക് മാറ്ററുമാണ്. ഈ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും എന്താണെന്ന് ഇന്ന് നമുക്കറിയില്ല. എന്നാൽ ഭാവിയിൽ നമ്മളത് കണ്ടെത്തുക തന്നെ ചെയ്യും. തങ്ങൾ വസിച്ചിരുന്ന ചെറിയൊരു പ്രദേശം മാത്രമാണ് ഈ വലിയ പ്രപഞ്ചം എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ പുരാതന പൂർവികരിൽ നിന്നും ഈ വിശാലമായ പ്രപഞ്ചത്തെ ഇന്ന് നമുക്ക് ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചു. വരും തലമുറകൾ ധാരാളം അത്ഭുതങ്ങൾ ഇനിയും കണ്ടെത്തും എന്നത് തീർച്ചയാണ്. പ്രപഞ്ചത്തിന്റെ വികാസമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ എല്ലാ മനസ്സിൽ പ്രപഞ്ചം എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്നും യഥാർത്ഥ പ്രപഞ്ചം എങ്ങനെയാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും. ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.